ഇന്ന് നമ്മുടെ ഹെയർ ഗ്രോത്ത് ചലഞ്ചിൽ ഡേ 9 ആണ്. അപ്പോൾ നമ്മൾ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരാഴ്ചയായി കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ പുതിയ വീക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കഴിഞ്ഞ ആഴ്ച ചെയ്ത അതേ ഒരു റുട്ടീൻ തന്നെയാണ് കേട്ടോ നമ്മൾ ഈ ആഴ്ച ഫോളോ ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ ഡീപ്പ് ഹെയർ ഓയിലിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് ഓയിലാണോ എടുക്കുന്നത് അത് അത്യാവശ്യം നന്നായിട്ട് എടുക്കുക. അതിനകത്തേക്ക് ഞാനൊരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി, നിർബന്ധമൊന്നുമില്ല കേട്ടോ. പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം നമ്മളിങ്ങനെ ഡീപ്പ് ഹെയർ ഓയിലിംഗ് ചെയ്യുന്നത് നമ്മുടെ മുടിക്ക് ഏറ്റവും നല്ലതാണ് കേട്ടോ. മുടിയുടെ ഡ്രൈനസ് കുറയ്ക്കാനും സ്പ്ലിറ്റൻസ് ഒക്കെ വരാതിരിക്കാനായിട്ട് ഇത് നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് മുടിയിലും മുടിയുടെ അറ്റത്തൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ചേർക്കുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കാസ്റ്റർ ഓയിലൊക്കെ ചേർക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന ഓയിലിൻ്റെ 1/4 ഭാഗം കാസ്റ്റർ ഓയിൽ ചേർത്തിട്ട് ഓയിലൊന്ന് ചൂടാക്കിയിട്ട് ഹോട്ട് ഓയിൽ മസാജ് ഒക്കെ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ഞാനിത് നന്നായിട്ട് ഓയിൽ തേച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു ചെറിയ രീതിയിൽ ഒരു മസാജിങ് ഒക്കെ കൊടുത്തിട്ട് നമുക്ക് മുടി കെട്ടിവെക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയ രീതിയിൽ ഒരു പാക്കും കൂടി ഇന്ന് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ ഉള്ളി ഉപയോഗിച്ചിട്ട് പാക്ക് ചെയ്യില്ല, ആ പാക്കാണ് കേട്ടോ നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് 2 നെല്ലിക്കയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെല്ലിക്ക നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് നന്നായിട്ട് അരിച്ചെടുക്കുക കേട്ടോ. ഈ പാക്ക് നമ്മൾ സ്കാൽപ്പിൽ മാത്രമാണ് തേക്കുന്നത്. അപ്പോൾ കുറഞ്ഞ അളവിൽ നമുക്ക് പാക്കും മതി. ഈ പാക്ക് നമുക്ക് ഹെയറിന് റീഗ്രോത്ത് തരാനും നെറ്റിക്കാരൽ പ്രശ്നം ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനും താരം മാറ്റാനും മുടി കൊഴിച്ചിൽ മാറ്റാനും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പാക്കാണ്. അപ്പോൾ ഇതുണ്ടോ, ഞാൻ കുറഞ്ഞ അളവിലാണ് ഇന്ന് പാക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. പിന്നെ നെല്ലിക്ക മാത്രം ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ ഇന്നത്തെ പാക്ക് ചെയ്യാം, ചെറിയുള്ളി ഉപയോഗിച്ചിട്ട് മാത്രമാണെങ്കിലും ചെയ്യാം. ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് ഉപയോഗിച്ചിട്ട് ഇന്നത്തെ പാക്ക് ചെയ്യാം. പിന്നെ ഇന്നത്തെ പാക്ക് തേക്കാനായിട്ട് കയ്യിൽ പഞ്ഞി ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് തേക്കുകയാണെങ്കിൽ സ്കാൽപ്പിൽ എല്ലായിടത്തും ആവാൻ വേണ്ടി പറ്റും കേട്ടോ. പിന്നെ പഞ്ഞി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കൈ ഉപയോഗിച്ചിട്ട് തേച്ചാലും സ്കാൽപ്പിൽ എല്ലായിടത്തും ആവണമെന്ന് മാത്രമേ ഉള്ളൂ. നെറ്റിയുടെ സൈഡിലൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ ഡീപ്പ് ഹെയർ ഓയിലിംഗ് ചെയ്യുന്ന ദിവസം സാധാരണ പാക്ക് അങ്ങനെ ചെയ്യലില്ല. പിന്നെ ഇന്ന് ഉള്ളിയുടെ പാക്ക് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഷാമ്പു ഉപയോഗിക്കാത്ത ദിവസമാണ് കഴിഞ്ഞ പ്രാവശ്യം ഉള്ളിയുടെ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പേർക്കൊക്കെ സ്മെല്ല് പ്രശ്നമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ ദിവസം ഈ പാക്ക് ചെയ്യുന്നത്. അതാകുമ്പോൾ നമ്മൾ ഷാമ്പു ഉപയോഗിച്ചിട്ട് കഴുകുമ്പോൾ നമുക്ക് സ്മെല്ല് വലിയ പ്രശ്നം വരില്ലല്ലോ. പിന്നെ നമ്മുടെ ചലഞ്ചൊക്കെ ഫോളോ ചെയ്യാത്തവർ നമ്മുടെ വീഡിയോ കാണുന്നുണ്ട്, നിങ്ങൾക്ക് ഈ പാക്ക് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ 2 തവണ വെച്ച് ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും. അടുപ്പിച്ച ദിവസങ്ങളിൽ ചെയ്യരുത്, ഉള്ളിയുടെ പാക്ക് അങ്ങനെ അടുപ്പിച്ച് ചെയ്യുന്ന അത്ര നല്ലതല്ല. അപ്പോൾ ഒരു ഗ്യാപ്പ് കൊടുത്തിട്ട് ആഴ്ചയിൽ 2 തവണ വെച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് കിട്ടും. പിന്നെ നമ്മുടെ ചലഞ്ചൊക്കെ ഫോളോ ചെയ്യുന്നവർ നമ്മളെ പാക്കൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ വ്യത്യാസമില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കമന്റിലൂടെ പറയണം കേട്ടോ. ജെനുവിനായിട്ട് പറയണം, എന്നാൽ മാത്രമേ എനിക്കത് അറിയാൻ വേണ്ടി പറ്റുള്ളൂ. പിന്നെ പാക്ക് തേച്ച് കഴിഞ്ഞിട്ട് ഒരു 15 മിനിറ്റ് നേരം വെച്ചിട്ട് ഷാമ്പു ഉപയോഗിച്ചിട്ട് മുടി കഴുകുക കേട്ടോ. ഷാമ്പു ഉപയോഗിക്കുമ്പോൾ കണ്ടീഷണർ ഉപയോഗിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ ഇന്നത്തെ വീഡിയോയിൽ മുടി കഴുകുന്നത് കാണിക്കുന്നില്ല. അപ്പോൾ 9ാമത്തെ ദിവസം ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മതി. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.